പക്ഷേ നമസ്കാരം. നമസ്കാരം. കോട്ടക്കൽ നഗരസഭയിലെ സാമൂഹിക പെൻഷൻ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് ഒരുങ്ങുകയാണ് നഗരസഭ എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? കോട്ടക്കൽ നഗരസഭയിൽ ഒരു സാമ്പിൾ പരിശോധന നടത്തിയതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. കേരള സംസ്ഥാനത്തെ മൊത്തം പഞ്ചായത്തുകൾ, നഗരസഭ, കോർപ്പറേഷനുകളിൽ ഒക്കെ നടക്കേണ്ട ഒരു പരിശോധനയാണ്. അതിനിടയിൽ രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെട്ടത്. ഒന്ന്, ഈ ഇൻഫർമേഷൻ കേരള മിഷൻ ഉണ്ടല്ലോ. ഇൻഫർമേഷൻ കേരള മിഷൻ മൊത്തം ഈ പെൻഷൻ്റെ ഒരു സാമ്പിൾ സർവേ നടത്തിയപ്പോഴാണ് 1458 പേരെ കണ്ടെത്തിയത്. അത് ധനകാര്യ വകുപ്പിൻ്റെ പരിശോധന, ധനകാര്യ വകുപ്പ് പുറത്തുവിട്ടു. 1458 പേര് ഒരു കാരണവശാലും സാമൂഹ്യ പെൻഷൻ അർഹതയില്ലാത്തവർ, ഗസറ്റഡ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ഇവർ ഈ പെൻഷൻ തട്ടിയെടുത്തിരിക്കുന്നു. വലിയ ആനുകൂല്യങ്ങളുള്ളവർ, കാറും ബംഗ്ലാവും സൗകര്യങ്ങളും ഒക്കെയുള്ള ആളുകൾ ഈ 1600 രൂപയുടെ സാമൂഹ്യ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിലെ ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകളെ ഈ അവശ്യ വിഭാഗങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന പെൻഷനാണ്. ഈ സമയത്താണ് മലപ്പുറത്തെ ഈ ഇൻ്റലിജൻസ്, മലപ്പുറത്തെ എന്താണ് അവർക്ക് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ്, മലപ്പുറം ഫൈനാൻഷ്യൽ ഓഡിറ്റ് വിങ്, മലപ്പുറം ജില്ലയുടെ ഫൈനാൻഷ്യൽ ഓഡിറ്റ് വിങ്, ധനകാര്യ വകുപ്പാണ്. അവരുടെ ഓഡിറ്റ് വിങ് ഒരു സാമ്പിളിന് വേണ്ടി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ 32 വാർഡുണ്ട്, 32 വാർഡിൽ ഒരൊറ്റ വാർഡിൽ ഒരു സാമ്പിളായിട്ട് എടുത്ത് നോക്കിയതാണ്. ആ സാമ്പിൾ 7ാം വാർഡിൽ, 32 വാർഡുകളിൽ ഒന്നിൽ 7ാം വാർഡിൽ പോയിട്ട് പരിശോധിച്ച് നടത്തി വെക്കുമ്പോൾ 32 പേരുടെ ആ 7ാം വാർഡിലെ 32 ഗുണഭോക്താക്കളെ, സാമൂഹ്യ പെൻഷൻ സ്വീകരിക്കുന്ന 32 ഗുണഭോക്താക്കളെ പരിശോധിച്ച് നോക്കുമ്പോൾ 28ഉം ഫേക്കാണ്, 28ഉം അനർഹരാണ്. ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലാത്ത, പെൻഷൻ വാങ്ങാൻ പാടില്ലാത്ത. അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ. 32 വാർഡിൽ ഒറ്റ വാർഡിലേ നോക്കിയിട്ടുള്ളൂ, 7ാം വാർഡിൽ. അതിൽ തന്നെ പരിശോധിച്ച 32 പേരിൽ 28 പേരും അനർഹരാണ്. അങ്ങനെയാണെങ്കിൽ ഈ 32 വാർഡുകളിലായിട്ട് 5400 പെൻഷൻകാരുണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രം. ഇത് മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത്രയും ക്രമക്കേട്. അതേന്നെ. അങ്ങനെയാണെങ്കിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 5400 പേരെ പരിശോധിച്ചാൽ എത്ര എണ്ണം യോഗ്യരുണ്ടാവും, എത്ര എണ്ണം അനർഹരുണ്ടാവും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ അത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ നഗരസഭകൾ മുഴുവൻ പരിശോധിച്ചാലോ? സമഗ്രമായൊരു പരിശോധന പഞ്ചായത്തുകൾ പരിശോധിച്ചാലുള്ള സ്ഥിതി എന്താവും? അതുകൊണ്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നിങ്ങനെ ബഹളം കൂട്ടുകയല്ലാതെ അത് അർഹരായിട്ടുള്ളവരുടെ കൈകളിൽ എത്തുന്നില്ല, കൃത്യമായ പരിശോധന നടക്കുന്നില്ല. അതാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു സൗകര്യം എനിക്ക് തോന്നുന്നത്, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഞങ്ങൾ ഇത്ര പേർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും വേണ്ടത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത്ര വലിയ എമൗണ്ടും വേണ്ടി വരില്ല. യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കാണ് സാമൂഹ്യ പെൻഷൻ കൊടുക്കേണ്ടതെങ്കിൽ 1600 രൂപ കിട്ടിയാൽ ഒരു മാസം ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തവർക്കാണ്. 1600 രൂപ കഷ്ടിച്ച് ജീവിച്ചു പോകാൻ പറ്റുമായിരിക്കും ഒരാൾക്ക്. എങ്കിൽ ആ 1600 എങ്കിൽ 1600 അത് കിട്ടുന്നത് അത് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്കാണെങ്കിൽ എന്തുമാത്രം സൗകര്യമായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റ് ഒന്ന് പുനഃപരിശോധിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് അറിയിക്കുന്നവരെ മാത്രമാണ് കണ്ടെത്തിയാൽ എന്തുമാത്രം നമ്മളെ ഫൈനാൻഷ്യൽ ബേർഡൻ കുറക്കാൻ പറ്റും, സാമ്പത്തികമായ ഭാരം രാജ്യത്തിന്, സംസ്ഥാനത്തിന് എത്ര കുറയും? അതൊന്ന്. വേറൊന്ന്, ഈ കുറ്റകൃത്യം ചെയ്തത് ആരാണ്? ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പം നല്ലൊരു ശതമാനം അറിയാത്തവരല്ലല്ലോ. ഈ നാട്ടിലെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത, എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാത്ത, കിടപ്പാടം പോലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അവർക്ക് ഒരു നേരത്തെ അന്നത്തിന് നിവൃത്തിയില്ലാത്തവർക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ അത് തട്ടിയെടുത്തവർ, അറിഞ്ഞുകൊണ്ട് തട്ടിയെടുത്തവർ, അവരെന്താ ചെയ്യേണ്ടത്? അവരെക്കുറിച്ച് ഇപ്പോൾ കേരള ഗവൺമെൻറ് ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്നറിയോ? ഏറ്റവും വലിയ അപകടം. ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്താൻ ഗവൺമെൻറ് മുൻകൈ എടുക്കുന്നുണ്ട്, പക്ഷെ കണ്ടെത്തിയവരുടെ പേര് വിവരം വെളിപ്പെടുത്തൂല. പേര് വിവരം വെളിപ്പെടുത്തണ്ടേ? ഒരു പക്ഷേ പേര് വിവരം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ, ആകെ പറയുന്നത് വെച്ചാൽ അവരോട് ഞങ്ങൾ പലിശ സഹിതം തിരിച്ചു വാങ്ങും. അത് മതിയോ? അതും ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയ ഈ മോഷണത്തിന് ഈ കളവ് മുതൽ തിരിച്ചു എടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും കളവ് കേസിന് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? കളവ് കേസിൻ്റെ പണിഷ്മെൻ്റ് അതല്ലല്ലോ. അതും ഇങ്ങനൊരു കേസിൽ രാജ്യത്തിൻ്റെ മുതൽ, രാജ്യം അതിൻ്റെ ഏറ്റവും ദുർബലരായ മക്കൾക്ക് വേണ്ടി നീക്കിവെച്ച പണം, ആ മുതൽ അറിഞ്ഞുകൊണ്ട് കട്ടെടുക്കുന്ന ആരാണ്? വലിയ ശമ്പളം, ഈ സർക്കാരിൻ്റെ തന്നെ വലിയ ശമ്പളം വാങ്ങുന്നവർ.
ഗസറ്റഡ് ഓഫീസേഴ്സ്, നോൺ ഗസറ്റ് ആരായിരുന്നാലും ഇതെന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുന്നില്ല? പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കളവ് മുതലും അതിൻ്റെ പലിശയും തിരിച്ചു കൊടുത്താൽ മതിയോ? എന്നാൽ പിന്നെ കോടികൾ മോഷ്ടിച്ചവരോട് ഇത് ഇവർക്ക് ആരാണ് ഇവർക്ക് ഈ അനുമതി നൽകിയിരിക്കുന്നത് അയാളെ ആദ്യം ശിക്ഷിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുമതി ഇപ്പോൾ എല്ലാവരും ഇതൊന്നും അറിയാതെ ഇതൊന്നും വേണ്ട വിധം അന്വേഷിക്കാത്തവർക്കുണ്ടല്ലോ കുറ്റം. ഈ ഗസറ്റഡ് ഓഫീസർമാരോ NGOമാരോ ആരായാലും ഇത് നേടിയെടുക്കുന്നവൻ മാത്രമല്ലല്ലോ, ഇത് അറിയുന്നവൻ മുകളിലും ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു ചാനൽ ഒരു പക്ഷേ IAS ഉദ്യോഗസ്ഥന്മാർ വരെ ചെല്ലുമല്ലോ. അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണ്ടേ? അത് പ്രധാനപ്പെട്ട കുറ്റമല്ലേ? ഇതാണ് വേറൊന്ന്. ഇനി ഇതിൽ മൂന്നാമത്തെ ഒരു ഘടകമുണ്ട്. മൂന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ ഭരണകൂടം ആരാന്ന് വെളിവാകും. അതാരായിരിക്കും? ട്രേഡ് യൂണിയൻസ് ആണ്. എന്ന് വെച്ചാൽ സർവീസ് സംഘടനകളാണ്. IAS ഓഫീസർമാർക്ക് സംഘടനയുണ്ട്, അവരെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെ ഗസറ്റഡ് ഓഫീസേഴ്സിന് സംഘടനയുണ്ട്, തൊട്ട് കളിക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെ NGOമാരുടെ അനേകം സംഘടനകളുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം സംഘടനകളെ ഇങ്ങനെ ചേരി തിരിച്ച് കൂടെ നിർത്തുന്നുണ്ട്. അതാത് പാർട്ടികളുടെയൊക്കെ വലിയ ബലമാണ് ഈ സംഘടനകൾ. അവർ സംരക്ഷിക്കാൻ വരും. കണ്ടുപിടിച്ചോട്ടെ, പക്ഷെ നടപടിയെടുക്കാൻ പാടില്ല, അവരെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ തടയിടാൻ ഒറ്റ വഴിയുള്ളൂ. ഒരു ഓഫീസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ പെട്ടവനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സഹിതം ആ ഓഫീസിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെക്കുക, അവൻ്റെ പേര് പ്രസിദ്ധീകരിക്കുക. ഈ ഓഫീസിനകത്ത് സഹിക്കാനാവാത്ത പൊറുക്കാൻ പറ്റാത്ത ഒരു കളവ് നടത്തിയവനുണ്ട് എന്ന് ആളുകളോട് പറയുക. അത് മാത്രമാണ് മാർഗം. അവന് പിന്നീട് ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് കൊടുക്കരുത്, അവനെ രക്ഷിക്കാൻ ഒരു ട്രേഡ് യൂണിയനും മുന്നോട്ട് വരരുത്, ഒരു സർവീസ് സംഘടനയും മുന്നോട്ട് വരരുത്. അങ്ങനെ അവസ്ഥ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. കോട്ടക്കൽ നടത്തുന്നത്, ഈ കോട്ടക്കൽ പലതരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണം നടന്ന സ്ഥലമാണ്. കോട്ടക്കൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത്, കോട്ടക്കൽ മാത്രം എന്തുകൊണ്ട് ഇപ്പോൾ ഈ പരിശോധിക്കാൻ പോയി എന്നതിനും ചില പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കോട്ടക്കൽ അടുത്ത കാലം വരെ ഈ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർമാരിൽ ഒരു പിളർപ്പുണ്ടാക്കിയിട്ട് ഒരു വിഭാഗം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് പിന്തുണ പിൻവലിച്ചു. ഈ ബുഷ്ര ഷബീർ എന്നൊക്കെ പറയുന്നത് അവർ ആരാന്ന് വെച്ചാൽ പഴയ മന്ത്രി ഉണ്ടായിരുന്നു UA ബീരാൻ്റെ മരുമോൻ, UA ബീരാൻ്റെ മോൻ്റെ ഷബീറിൻ്റെ ഭാര്യയായിരുന്നു അവിടുത്തെ ചെയർപേഴ്സൺ. അപ്പോൾ അവിടെ ഉണ്ടായൊരു പ്രശ്നം, ഈ ചെയർപേഴ്സണോടും ഒരു വിഭാഗത്തിനോടും വിയോജിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗം കൗൺസിലർമാർ പുറത്തുപോയി. അവർക്ക് പിന്തുണ കൊടുക്കാൻ അതെന്ന് ഒരു മടിയുമില്ല, അവർക്ക് പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷം മുന്നോട്ട് ചെയ്യുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗ് ഭരിച്ചു. ഏത് കേരളത്തിൽ? ഈ മുസ്ലിം ലീഗിനോട് മുഖാമുഖം പാണക്കാട് തങ്ങൾക്കെതിരെ ഘോരം പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീവ്രവാദികളുമായിട്ട് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിന് ഇടതുപക്ഷം പോയി പിന്തുണ കൊടുത്തുകൊണ്ട് ഭരിച്ചിരുന്നു അടുത്ത കാലം വരെ. ഇപ്പോൾ അത് മാറുകയും വീണ്ടും മുസ്ലിം ലീഗിന്റെ തന്നെ കാലാകാലങ്ങളായിട്ട് ലീഗിനെ പുകഴ്ച പുറത്ത് അടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ CPM. അപ്പൊ അത് പരാജയപ്പെട്ടതിന്റെ വേദനയാണ്. ഇപ്പൊ കോട്ടക്കലേക്ക് മാത്രം പരിശോധനയ്ക്ക് ആളെ അയക്കുന്നതിൽ ധനകാര്യ വകുപ്പിന് പോലും പ്രത്യേക താല്പര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഭരിച്ചിരുന്നൊരവസ്ഥ മാറിയതിൻ്റെ ഒരു സാഹചര്യം കൂടി കോട്ടക്കലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് പിണറായി എന്തായാലും പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്. പുതിയ രാഷ്ട്രീയമാണ്, അതിൻ്റെ ആരംഭമാണ്. പക്ഷേ പുറത്തു വരുന്നത് വേറൊന്നുണ്ട്. ഇതിനകത്ത് ഈ ഉള്ളിലെ പോര് കൊണ്ടാണെങ്കിലും പുറത്തു വരേണ്ട കാര്യങ്ങളാണല്ലോ, യഥാർത്ഥത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ വെളിപ്പെടുന്നത്. അത് മുസ്ലിം ലീഗിനോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ വളരെ വൈകിയാണെങ്കിലും പിണറായി വിജയൻ തീരുമാനിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ കോട്ടക്കൽ ഇപ്പോൾ പുറത്തു വന്ന വിവരം. ഈ എന്ത് കാരണം കൊണ്ടായാലും, എന്ത് പോരും കൊണ്ടായാലും, എന്ത് രാഷ്ട്രീയ വൈരം കൊണ്ടായാലും ഈ അന്വേഷണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കട്ടെ, എല്ലാ നഗരസഭകളിലേക്കും വ്യാപിക്കട്ടെ. എന്നിട്ട് കുറ്റവാളികളെ കണ്ടെത്തട്ടെ, ആ പേര് പ്രസിദ്ധീകരിക്കട്ടെ. അതെ, മാഷ് പറഞ്ഞ പോലെ ഇതിൽ പേരാരാണ് ഈ അനർഹരായിട്ടുള്ള ആളുകൾ? ഇവരുടെ പേരാണ് യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. എന്തിനാണ് അതിൽ നാണിക്കേണ്ടതും മടി കാണിക്കുന്നതും നമുക്ക് അറിയില്ല. അനർഹരായ ആളുകളുടെ പേര് പ്രസിദ്ധീകരിക്കുക, അക്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം കണ്ടെത്തുക, ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി ശിക്ഷിക്കുക, ആവശ്യമായ പണിഷ്മെൻ്റ് കൊടുക്കുക, ഒറ്റപ്പെടുത്തുക. സാമൂഹ്യമായ ഒറ്റപ്പെടുത്തൽ നടത്തിയില്ലെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാവർക്കും നല്ലതാണ്, സംസ്ഥാനത്തിന് നല്ലതാണ്. നമ്മുടെ നികുതി ഭാരം, നമ്മുടെ ചെലവ്, ഒരുപാട് ഭരണ ചെലവ്, പെൻഷൻ്റെ ചെലവ് വളരെ കുറവായി വരും, അർഹിക്കുന്നവർക്ക് കിട്ടാൻ തുടങ്ങും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നഗരസഭ ഇതിൽ നടപടികൾക്ക് ഇന്നു മുതൽ ഒരുങ്ങുന്നു എന്നാണ് വാർത്ത. നടപടിയെടുക്കുക അല്ലാത്ത നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നവർക്ക് എന്ത് നടപടിയാണ് വരും ദിവസങ്ങളിൽ വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.